ആര് പരിപാടി നടത്തിയാലും കോർപ്പറേഷന് കിടക്കപ്പുറതിയില്ല. നല്ല രസമാണ്. ആര് എത്താലും മറ്റേ നമ്മുടെ ജോലി ചെയ്യുന്ന ആളിന് കിടക്കപ്പുറതിയില്ല എന്ന് പറയുമല്ലോ, കളിയാക്കി പറയുമല്ലോ നാട്ടിൽ എന്ന് പറയുന്ന കണക്കാണ്. തിരുവനന്തപുരത്ത് ഒരു സംഘടന എന്ന് പറയാൻ ഒരു വലിയ സംഘടന എന്നല്ല, ഒരു ചെറിയ പരിസ്ഥിതി സംഘടന അല്ല, ശരിക്കും മീഡിയ മലയാളം എന്ന് പറയുന്ന ഒരു ചാനൽ, ഒരു ഓൺലൈൻ ചാനലും പിന്നെ കുറേ പരിസ്ഥിതി പ്രവർത്തകരും എല്ലാം കൂടി തിരുവനന്തപുരത്ത് ഒരു സമ്മേളനം നടത്തി. പക്ഷെ മനോഹരമായിരുന്നു സമ്മേളനം. കേരള സർവകലാശാല VC മോഹൻ കുന്നുമേലിനെ കൊണ്ടുവന്നു. മേയർ രാജേഷ് പങ്കെടുത്തു എന്ന് പറഞ്ഞാൽ 2 പരിപാടി നടന്നു അവിടെ. ഒന്ന് പൊതുയോഗവും സമ്മേളനവും, ഒന്ന് വാക്കത്തോണിലാണ് മേയർ പങ്കെടുത്തത്, മറ്റേതിൽ പങ്കെടുത്തില്ല. അപ്പോൾ പിന്നെ വാക്കത്തോൺ എന്ന് പറഞ്ഞാൽ മാതൃഭൂമി റോഡിൽ നിന്ന് 1 കിലോമീറ്റർ വരും, അതെ 1 കിലോമീറ്റർ ദൂരത്തിലേക്ക് കുട്ടികളും, ആയിരക്കണക്കിന് കുട്ടികളും NCCക്കാരും NSSകാരും പരിസ്ഥിതി പ്രവർത്തകരും ടീച്ചർമാരും എല്ലാവരും കൂടി ആയിരക്കണക്കിന് പേര് വാക്കത്തോണിലൂടെ നടന്ന് അവർ അവിടെ മാതൃഭൂമി പത്രത്തിൻ്റെ അടുത്തുള്ള ഒരു മരം, ഒരു മുത്തശ്ശി മരമുണ്ടായിരുന്നു, ആ മരത്തിന് ആദരവ് പ്രകടിപ്പിച്ച് സുഗൗര ടീച്ചറിൻ്റെ പടമൊക്കെ വെച്ച് അതിനകത്ത് ആദരവ് പ്രകടിപ്പിച്ചിട്ട് അവിടെ നിന്ന് നടന്ന് അവരെവിടെ എത്തി? കൃത്യമായി അവർ പിന്നെ ഈ ആമയിഴഞ്ചാൻ തോടിൻ്റെ അവിടെ എത്തി. ഉപ്പടാമൂട് പാലമെല്ലാം കഴിഞ്ഞ് ആമയിഴഞ്ചാൻ തോടിൻ്റെ അവിടെ എത്തി മനോഹരമായ പരിപാടി നടത്തി. അവിടെയും ഒരു ആലിൻ്റെ ചുവട്ടിലാണ് നടത്തിയത്. അവിടെ പക്ഷെ നടത്തിയപ്പോൾ റോഡിൻ്റെ സൈഡിൽ അവരൊരു സ്റ്റേജ് കിട്ടിയിരുന്നു. ഈ സ്റ്റേജിൽ ഡെപ്യൂട്ടി മേയറുടെയൊക്കെ പടവും, മുഖ്യമന്ത്രിയുടെ പടം വെച്ചിട്ടുണ്ടായിരുന്നു, മേയറുടെ പടമുണ്ട്, ഡെപ്യൂട്ടി മേയറുണ്ട്, CP ജോണിൻ്റെ പടം ഉണ്ടായിരുന്നു. അതൊരു പരിപാടി എന്നുള്ളതിൽ വെച്ചതാണ്, സംസ്ഥാന സർക്കാരിൻ്റെയും ഇവരെല്ലാവരെയും കൂടെ സഹകരണം എന്നുള്ള നിലയിൽ. പക്ഷേ പരിപാടി കയറി അങ്ങ് കളർഫുള്ളായി. ചെറിയ മഴയേ ഉണ്ടായിരുന്നുള്ളൂ. കുട്ടികൾക്ക് അവർ ഫുഡെല്ലാം കൊടുത്തു, സർട്ടിഫിക്കറ്റ് കൊടുത്തു, മരത്തൈ കൊടുത്തു, വൃക്ഷത്തൈ കൊടുത്തു, ഒരുപാട് കളർഫുള്ളായി പരിപാടി. ഇത് കളർഫുള്ളായി കഴിഞ്ഞപ്പോൾ ചില ചാനലുകൾക്ക് ബുദ്ധിമുട്ടായി. അവർ ഉടനെ തന്നെ കുത്തിത്തിരിപ്പുമായിട്ട് ഇറങ്ങി. അവർ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കണ്ടുപിടിച്ചു. തിരുവനന്തപുരത്ത് നേരത്തെ വഞ്ചിയൂരിൽ CPMൻ്റെ വലിയ സമ്മേളനം നടന്നപ്പോൾ റോഡ് കെട്ടിയടച്ച് ചെയ്തു. അത് ഹൈക്കോടതി വിധിയുണ്ട്. അതുകൊണ്ട് ഇവിടെ ട്രാഫിക് ജാം. ഇവിടെ പക്ഷേ ശരിക്ക് വളരെ കുറച്ച് ട്രാഫിക് പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. കാരണം കുട്ടികളെല്ലാം ഒരു സൈഡിലാണ് നിന്നത്. അവർ പിന്നെ ഈ ഫുട്പാത്തിൻ്റെ അകത്തൊക്കെയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് വളരെ ട്രാഫിക്കിൻ്റെ കൺജഷൻ വളരെ കുറവായിരുന്നു. ഞാൻ അവിടെ നിന്ന് തന്നെ അതുവഴി വന്ന ആട്ടോ പിടിച്ചാണ് ഞാൻ കുറച്ച് ദൂരം, ഞാനും ആ പരിപാടി പങ്കെടുത്തിരുന്നു. എൻ്റെ വാഹനം വേറെ സ്ഥലത്ത് ഇട്ടിട്ട് ഞാനും ആ പരിപാടി പങ്കെടുത്തിരുന്നു. അപ്പോൾ ആട്ടോ പിടിച്ചാണ് എനിക്ക് വരാൻ പറ്റിയത്. അതുകൊണ്ട് വാഹന തടസ്സമൊന്നും അങ്ങനെ സീരിയസ് ആയിട്ട് ഉണ്ടായിരുന്നു നമുക്ക് പറയാൻ കഴിയത്തില്ല. ചെറിയ ഒരു ട്രാഫിക് ജാമുണ്ട്. അത് പിന്നെ എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെ റോഡിൽ പരിപാടി നടക്കുമ്പോൾ വരും. പക്ഷെ അതിൻ്റെ നന്മ ഈ ചാനലുകളെ സംബന്ധിച്ചിടത്തോളം അതവർ കോർപ്പറേഷനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ളൊരു പരിപാടിയായും VV രാജേഷ് എന്തോ തെറ്റ് ചെയ്തു എന്നുള്ള പരിപാടിയായിട്ടാണ് അതിനെ പ്രസിദ്ധീകരിച്ചു, അതിനെ പറഞ്ഞു. മാത്രമല്ല ഈ 12,000-ഓളം കുട്ടികളും 100 കണക്കിന് പ്രവർത്തകരും ഈ ഒരുപാട് VIPസും ഒക്കെ വന്ന ഈ ഒരു പരിപാടിയെ ആ അർത്ഥത്തിൽ കണ്ടില്ല എന്നുള്ളതാണ് കഥ. അവസാനം അത് മേയറുടെ മണ്ടയ്ക്ക് ഇരിക്കട്ടെ എന്നുള്ള നിലയിൽ ഒരു പരിപാടിയായി മാറിപ്പോയി. ശരിക്കും പറഞ്ഞാൽ അത് മേയറുടെ പരിപാടിയല്ല, കോർപ്പറേഷൻ്റെ പരിപാടിയല്ല, അത് മറ്റൊരു സ്വതന്ത്രമായ പരിപാടിയായിരുന്നു. അതൊരു ഏജൻസി നടത്തിയ പരിപാടിയാണ്. അവർ കഴിയുന്നത്ര എല്ലാ ആളുകളെയും വിളിച്ചുകൂട്ടി നടത്തിയ മനോഹരമായ ഒരു പരിപാടിയായിരുന്നു ആ പരിപാടി. പക്ഷേ അതിൻ്റെ മനോഹാരിത റിപ്പോർട്ട് ചെയ്യാതെ, അല്ലെങ്കിൽ ഇത്രയും കുട്ടികൾ ചെറിയ മഴ സമയത്ത് തിരുവനന്തപുരത്ത് വന്ന് പരിസ്ഥിതിക്കും വെള്ളത്തിനും വേണ്ടിയിട്ടൊക്കെ പ്രവർത്തനങ്ങൾ നടത്തി അവർ വളരെ സന്തോഷത്തോടുകൂടി പോയതിൻ്റെ ആ ഒരു നന്മ, ആ ഒരു മേന്മ കാണാതെ റിപ്പോർട്ട് ചെയ്ത് വന്നപ്പോൾ അവസാനം അത് കോർപ്പറേഷൻ്റെ മണ്ടയിലുള്ള ഏതോ പാതകമാണെന്നുള്ള നിലയിൽ കാര്യങ്ങൾ കുത്തിത്തിരിച്ചു വന്നു. അതിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കി. കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ ഒരു സമ്മർദ്ദത്തിലാണ് നിൽക്കുന്നത്. പാളയം ഇടിച്ചു നിരത്തി മീൻസ് അനധികൃത കെട്ടിടങ്ങൾ പാളയത്ത് അത് മാറ്റുന്നു, ചാലയിൽ അനധികൃത കെട്ടിടങ്ങൾ മാറ്റുന്നു. അതുപോലെ രാത്രി കൊണ്ട് ഈ തോടുകളിലും നദികളിലും രാത്രി കാലങ്ങളിൽ കൊണ്ട് വേസ്റ്റ് കളയുന്ന ടീമിനെ പിടിക്കുന്നു. അതൊക്കെ വലിയ മാഫിയ സംഘം പോലുള്ള വലിയ സംഘങ്ങളാണ്. അവരെയൊക്കെ പിടിക്കാൻ പോയാൽ എളുപ്പമൊന്നുമില്ല. അവർ ദേഹോപദ്രവം വരെ ഏൽപ്പിക്കും. പണ്ടിവിടെ വീശംകുട്ടി തോക്കുമായിട്ട് നടക്കേണ്ട കാര്യം അദ്ദേഹത്തിന് ജീവന് ഭീഷണി ഉണ്ടായിരുന്നു, ഒരു മേയറായിരുന്ന കാലത്ത്. അപ്പോൾ വലിയ പ്രശ്നമാണത്. അപ്പോൾ എന്തായാലും വളരെ കൈയുറച്ച് നെഞ്ചൂക്കോടുകൂടിയാണ് രാജേഷ് നിൽക്കുന്നത്. പക്ഷെ ആ നിൽക്കുന്നതിന് ഈ പറഞ്ഞ പോലെ നിരവധി പ്രശ്നം. അതിനിടയിലാണ് ഇങ്ങനെ ഒരു വിഷയം, അവരില്ലാത്ത അല്ലെങ്കിൽ അവരുടേതല്ലാത്ത പരിപാടിയിൽ അവരൊരു വാക്കത്തോണിൽ പങ്കെടുത്തു എന്നുള്ള ഒറ്റ കാര്യം വെച്ചുകൊണ്ട് അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള വലിയ അന്വേഷണങ്ങളും ബഹളങ്ങളും നടക്കുന്നത്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം, ആ അന്വേഷണമോ അല്ലെങ്കിൽ രാജേഷ് പങ്കെടുത്തില്ലയോ, മേയറുണ്ടോ, അതൊന്നുള്ള വിഷയം. തിരുവനന്തപുരം നഗരത്തിനകത്ത് ആമയിഴഞ്ചാൻ തോടുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു പരിപാടി, ഒരു ക്യാമ്പയിൻ നടന്നു. അത് നടന്നില്ല എന്ന് പറയാൻ പറ്റത്തില്ല. അതിൽ ആയിരക്കണക്കിന് പേർ പങ്കെടുത്തു. ഒരുപാട് ചാനലുകളൊക്കെ വന്നു, പല ചാനലുകളിൽ ലൈവ് കൊടുത്തു, ഓൺലൈൻ മീഡിയാസ് ഒരുപാട് വന്നു, അവർ ലൈവ് കൊടുത്തു, അവർ വീഡിയോ എടുത്തുകൊണ്ട് പോയി, ഒരുപാട് ഹൈപ്പ് കിട്ടി. അങ്ങനെ മനോഹരമായൊരു പരിപാടി തിരുവനന്തപുരത്ത് നടന്നപ്പോൾ അതിൻ്റെ മനോഹാരിത
ഒരു ചാനലും റിപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളത് വളരെ കഷ്ടമാണ്. അത് റിപ്പോർട്ട് ചെയ്തതിന് ശേഷം ഈ നിയമലംഘനം ഉണ്ടെങ്കിൽ അതും കൂടി പറഞ്ഞാൽ നന്നായിരുന്നു. ഇപ്പോൾ തിരിച്ച് സംഭവിച്ചത് ഈ നടന്ന പരിപാടിയുടെ പൊലിമ അല്ലെങ്കിൽ ഗരിമ പുറത്ത് പറയാതെ കൃത്യമായി ഗോസിപ്പുകളും കുത്തിത്തിരിപ്പും തിരുട്ടുവാദവുമാണ് വാർത്തകളായി വന്നത്. എന്തോ വലിയ പാതകം തിരുവനന്തപുരത്ത് നടന്നു എന്നുള്ള നിലയിലാണ്. അവിടെ അങ്ങനെ കംപ്ലീറ്റ് കൊട്ടിയടച്ചൊരു സ്റ്റേജുമായിരുന്നില്ല. അവിടെ ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടായിരുന്ന പരിപാടി, ആയിരക്കണക്കിന് ആളുകൾ തടസ്സപ്പെടുത്തിയ പരിപാടിയായിരുന്നില്ല. കുട്ടികളാണ് ഉണ്ടായിരുന്നത്. കുട്ടികൾ അവിടെ എത്തിയ ശേഷം കുറേ കുട്ടികൾ പോവുകയും ചെയ്തു. അപ്പോൾ വന്നും പോയും ഒക്കെ നിന്നതാണ്. പക്ഷേ വാക്കത്തോണിൽ നല്ല പങ്കാളിത്തമുണ്ടായിരുന്നു. ധാരാളം കുട്ടികൾ പങ്കെടുത്തൊരു പരിപാടിയായിരുന്നു. ഒരു അധികാരികൾക്കായാലും ചാനലുകൾക്കായാലും പത്രങ്ങൾക്കായാലും വേൾഡ് എൻവയോൺമെൻറ്റ് ഡേയിൽ ഒരു ബോധം അല്ലെങ്കിൽ ഒരു സന്ദേശം കൊടുക്കുന്ന പരിപാടിയായിരുന്നു. 4-5 ചെറുപ്പക്കാരാണ് അത് നടപ്പിലാക്കിയത്. പക്ഷേ നടപ്പിലാക്കിയവരെ കൂടി പരിഹസിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ചാനലുകളിലും പത്രങ്ങളിലും വരുന്നത്. അത് ആര് നടത്തുന്നു എന്ന് നോക്കി, അവരുടെ രാഷ്ട്രീയം നോക്കി, അവരുടെ മറ്റ് വേറെ വോട്ട്സൊക്കെ നോക്കി പദ്ധതികളെ വിലയിരുത്തുന്ന വളരെ മോശപ്പെട്ട ഒരു നന്മമരം കളിയാണ് നമ്മൾ നടത്തുന്നത്. അത് വേണ്ടിയിരുന്നില്ല. അതിന് പകരം ആര് നടത്തുന്നു എന്നുള്ളതല്ല, എന്താണ് കണ്ടൻറ്റ്, എന്താണ് അവർ കൊടുക്കുന്ന മെസ്സേജ് എന്ന് മനസ്സിലാക്കി പ്രോത്സാഹിപ്പിക്കേണ്ടതിനെ പ്രോത്സാഹിപ്പിക്കുകയും എതിർക്കേണ്ടതിനെ എതിർക്കുകയും ചെയ്യുക എന്നുള്ള സമീപനമായിരുന്നു മാധ്യമങ്ങൾ കൂടുതലും എടുക്കേണ്ടിയിരുന്നത്. നിർഭാഗ്യവശാൽ അങ്ങനെ ഒരു സമീപനമല്ല എടുത്തത് എന്നതാണ് തിരുവനന്തപുരം വിഷയത്തിൽ വന്നത്. പക്ഷേ അവർക്ക് ഭാഗ്യമുള്ളവരാണ്. കാരണം എല്ലാ ചാനലുകളിലും അവരുടെ പേര് വന്നു. അവരുടെ പ്രശസ്തരായി, അവർ വിവാദത്തിലൂടെ പ്രശസ്തരായി. കേരളത്തിലെ ഏറ്റവും എളുപ്പം വിവാദമുണ്ടാക്കുക എന്നുള്ളതാണ്. നന്നായി വസ്ത്രം ധരിച്ചുകൊണ്ട് പോയാൽ അത് വാർത്തയല്ല, നഗ്നനായാൽ പെട്ടെന്ന് അത് വാർത്തയാകാം. അപ്പോൾ നഗ്നരെ തേടി നടക്കുന്ന ഒരു സമൂഹമായി നമ്മൾ മാറിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നന്മയുള്ള കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ എത്ര ചെയ്താലും ഇവിടെ ആർക്കും ഒരു കുഴപ്പമില്ല, ആർക്കും വേണ്ടേം താനും. എന്തെങ്കിലും മോശം കാര്യങ്ങളുണ്ടോ അല്ലെങ്കിൽ അതിനകത്ത് കുത്തിത്തിരിപ്പുണ്ടോ എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിന് വേണ്ടി നമ്മൾ സമയവും നമ്മുടെ അധ്വാനവും നമ്മുടെ മാധ്യമത്തിൻ്റെ സ്പേസും എല്ലാം നമ്മൾ കൊടുക്കും. അതാണ് നമ്മുടെ കേരളം. അതുകൊണ്ടാണ് ലോകത്തിൽ ഇത്രയധികം മഴ കിട്ടുന്ന, നല്ല സൂര്യപ്രകാശമുള്ള, 1,00,000 കോടി രൂപ വിദേശത്തു നിന്ന് വരുന്ന, നല്ല മണ്ണുള്ള, സമ്പൂർണ്ണ സാക്ഷരരുള്ള ഈ മണ്ണ് ഇപ്പോഴും ഗതികിട്ട പ്രേതം പോലെ കിടക്കുന്നത്. ഈ ഒരു ക്രിയേറ്റീവായിട്ടുള്ള ചിന്ത നഷ്ടപ്പെട്ടു പോയതുകൊണ്ടാണ്. നമുക്ക് വേണ്ടത് മറ്റു ചില കാഴ്ചപ്പാടുകളാണ്. അതുകൊണ്ടാണ് നമ്മൾ നഷ്ടത്തിലേക്ക്, ഒരു സമൂഹം എന്നുള്ള നിലയിൽ നമ്മൾ നഷ്ടമാണ്, നമ്മൾ തിരിച്ചടിക്കാരാണ്. ഇത്ര പോലും യാതൊരു സമ്പത്തും സ്വത്തുമില്ലാത്ത സമൂഹം വളരെ മുന്നോട്ട് പോകുമ്പോൾ ഇത്രയും പ്രകൃതി രമണീയമായ ഭൗതിക സമ്പത്തുള്ള, മാനവ സമ്പത്തുള്ള നമ്മൾ ഇത്ര വളർന്നാൽ മതിയോ എന്നുള്ളതാണ് ഗൗരവമായ ചോദ്യം. ആ വളർച്ചയ്ക്ക് തടസ്സപ്പെടുത്തുന്നത് ഇത്തരത്തിലുള്ള ചില നെഗറ്റീവ് സമീപനങ്ങൾ കൂടെയാണ്. ഇത് പോസിറ്റീവായി മറ്റു കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഷെഡിൻ്റെ വിഷയം എടുത്തിട്ടാൽ, അല്ലെങ്കിൽ ഷെഡിൻ്റെ വിഷയം, ഇത് കെട്ടിയ സ്റ്റേജിൻ്റെ വിഷയം പറയുന്ന കൂട്ടത്തിൽ പരിപാടിയുടെ വിശേഷം കൂടി പറഞ്ഞു പോകുന്നത് കണ്ടില്ല. അത് കാണാതെ വന്നപ്പോൾ ഉണ്ടായൊരു വിഷമവും കൂടി ഇതോടൊപ്പം നമ്മൾ ഷെയർ ചെയ്യുകയാണ്.